എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ജോലി ചെയ്യുന്നതായിരുന്നു. പക്ഷേ ചെറുതിലെ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ഈ ഹാൻഡ് എംബ്രോയ്ഡറി. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അഴീക്കോടാണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ റഹ്മത്തിൻ്റെ ഒരു സംരംഭമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്താണ് ഈ യൂണിറ്റിൽ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഗാർമെൻറ്റ്സിൻ്റെ യൂണിറ്റിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. ഉള്ളിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് കാണുന്നത്. അപ്പോൾ ഇതാണ് റഹ്മത്ത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് റഹ്മത്തിനോട് ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അതെന്നാ ചോദിക്കുക, എന്താ ഇത് ചെയ്യുന്നത്? മെഷീൻ ഇത് ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ബട്ടൺ ഡ്രസ്സിന് മെഷീൻ വെച്ചിട്ട് ബട്ടൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഇപ്പം മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്? ഇതിലിപ്പോൾ മൊത്തം കട്ടിംഗ് മാഷ് അടക്കം 7 പേരാണ് ഉള്ളത്. തുടങ്ങിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഒരു കട്ടിംഗ് മാഷ്, ഒരു സൂപ്പർവൈസർ, ബാക്കി 6 പേര് സ്റ്റിച്ചിങ് സ്റ്റാഫും ഉള്ളത്. അങ്ങനെ 8 പേര്. ഓ തുടങ്ങിയിട്ട് 3 മാസം. 3 മാസം. ആ. എത്ര മെഷീനുണ്ട് ഇതിൽ? മെഷീന് 8 സ്റ്റിച്ചിങ് മെഷീനുണ്ട്. ഒരു ബട്ടൺ ഹോള്, ഒരു കാജ ബട്ടൻ്റെ മെഷീനുണ്ട്, ഒരു ഓവർലോക്ക്, ഇത്രയാണുള്ളത്. ഈ ടേബിൾ കട്ടിങ്ങിൻ്റെ. ഇതിപ്പോൾ ബൾക്ക് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെയേഴ്സ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യുക. ഇതിപ്പോൾ സ്കേർട്ടിൻ്റെ കട്ടിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ലെയർ ഇട്ടിട്ട് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതിപ്പോൾ കട്ടിങ് മെഷീൻ ഉണ്ടല്ലോ. ബൾക്ക് ലേസ് ഒരു 200-400 പീസൊക്കെ ഒരുമിച്ച് വരുന്ന, അല്ലെങ്കിൽ 500 പീസിൽ മേലെ വരുന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിങ് മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യും. അത് വലുത് വലിയ ഇത് 1000 പീസ് വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഒറ്റ ടൈം. ഇതിലല്ലേ ഈ കട്ടിങ് മെഷീൻ കാണുന്നത്? വലുത്. അത് അതിൻ്റെ അപ്പുറമുള്ളത് ചെറിയ സൈസ്. ചെറുതിലാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവർ. ചെറുതിലല്ലേ ഇപ്പോൾ കട്ട് ചെയ്യുക? ചെറുതിലൊരു 200 പീസ് വരെ മാക്സിമം നമുക്ക്. ഇതിപ്പോൾ എന്തിനാ കട്ട് ചെയ്യുന്നത്? ഇത് സാരി സ്കേർട്ടാണ്. അത് ഇതേപോലെ ഒരു റീറ്റെയിലേഴ്സിൻ്റെ ഓർഡേഴ്സാണ്. നമ്മളിപ്പോൾ കൂടുതൽ ചെയ്തു കൊടുക്കുന്നത് ജോബ് വർക്ക് പോലെ ചെയ്യുന്നത്. വലിയ വലിയ ടെക്സ്റ്റൈൽസിൽ, കണ്ണൂർ ജില്ലയിലെ ഒരുവിധം ടെക്സ്റ്റൈൽസിലൊക്കെ. ഇതാണ് നമ്മളെ കട്ടിംഗ് മാഷ്, സുദീപ് എന്ന പേര്. മലയാളി തന്നെയാണ്. മലയാളി തന്നെയല്ലേ? ആ. അപ്പോൾ ഇതൊരു ബൾക്ക് പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ടോട്ടല് പിന്നെ 300 പീസൊക്കെ വരുന്ന ബൾക്ക് പ്രൊഡക്ഷൻ. ഒരേ ഡിസൈനിൽ തന്നെ ഡിഫറെൻറ്റ് സൈസിൽ 300 പീസൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൊഡക്ഷനിൽ ബട്ടൺസ് വെക്കുന്നതായിരുന്നു കണ്ട്. അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി അയൺ ചെയ്ത് ബട്ടൺ വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് അയണിങ് ചെയ്യും. മെഷീനല്ലേ? മെഷീനാണ്. ഇത് അയണിങ് മെഷീനല്ലേ? ഇത് അയണിങ് മെഷീൻ. ഇതിപ്പോൾ നമുക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും? അങ്ങനെ ഇത് ഇത്ര സമയം കൊണ്ട് ഇത്ര എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഒരു തവണ നമ്മൾ ഇതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഒരു 1000 പീസ് വരെ നമുക്ക് 1000 പീസ് വരെ ചെയ്യാമല്ലേ? ഇത് സാധാരണ അയണിങ് ഒരു വ്യത്യാസമല്ലേ? ഇത് ഉണ്ട്. ഇത് വെള്ളത്തിൻ്റെ ആ ഒരു പവർ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അയൺ ചെയ്യുന്നതല്ല, കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അല്ലേ സ്റ്റീം വെച്ച് ചെയ്യുന്നത്? സ്റ്റീമിങ് അയൺ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലും ഉണ്ട്, നോർമൽ മെഷീനും ഉണ്ട്, അവിടെ ചെറുതുണ്ട്. നോർമൽ ഉപയോഗിക്കൽ കുറവായിരിക്കുമല്ലോ ഇതായിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാൻവാസ് കാര്യങ്ങളൊക്കെ ഒട്ടിക്കാൻ പിടിക്കാനൊക്കെ ചെറുതെടുക്കും. ഇപ്പോൾ ബൾക്കായിട്ട് ഇത് അയൺ ചെയ്യുന്ന സമയത്താണ് ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിന് കുറച്ച് പവർ കൂടുതലുള്ള മെഷീനാണ്. ഇത് ഫൈനലായി. ഇവിടെ നിന്ന് ഇനി അയൺ ചെയ്ത് ഇനി ഇത് മടക്കി പാക്ക് ചെയ്ത സാധനം നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് പാക്കിംഗ് സെക്ഷൻ. സാധാരണ കൈ കൊണ്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. പാക്കിങ്ങിന് വേറെ എങ്ങനെ മെഷീൻസ് വരുന്നുണ്ടോ? ഇല്ല, അത് കയ്യിൽ തന്നെ ചെയ്യുന്നത്. അയൺ ചെയ്ത് കയ്യിൽ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബൾക്കിലാണെങ്കിൽ ബൾക്കാണെങ്കിൽ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് പിന്നെ എല്ലാവരും കൈ കൊണ്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഡ്രസ്സ്? എന്താ ഇത്? ജീൻസിൻ്റെ ടോപ്പാണ്. ജീൻസിൻ്റെ ടോപ്പാണ്. ഇത് ഷോപ്പിലേക്ക്
അവരെന്നെ തരുന്ന ആള് ഇതിനനുസരിച്ചിട്ട് അവരാ തരുന്നത് പാക്കിംഗ് മെറ്റീരിയൽ അല്ല പാക്കിംഗ് എല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കും. അതിൻ്റെ എല്ലാം പ്രൈസ് അവർ തരും. ഇപ്പോൾ ഷർട്ടൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്തിട്ട് ഷർട്ട് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കും. വാഷ് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ? വാഷിംഗ് വേറെ സ്ഥലത്തുനിന്ന് ചെയ്തിട്ട് കൊണ്ടുവരും. പുറത്ത് ഇപ്പം നമ്മൾ സൗകര്യം ആക്കിയിട്ടില്ല, ആക്കണം. ഷർട്ടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ബോർഡൊക്കെ വെച്ച് അതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ നോർമൽ ഷോപ്പിലേക്കുള്ള കുർത്തീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അവിടെ വിളിച്ച് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവർ സ്റ്റൈലും ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളതും തുണി ഏതാണെന്നുള്ള തുണി അവർ തരും. മോഡൽ നമുക്ക് ഫോട്ടോസായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ പീസായിട്ടോ തരും. അത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അവർ പറയുന്ന സൈസിലേക്ക് നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് നിങ്ങളിത് അവിടെ കാണുന്നത്. ഇത് ചുരിദാറിൻ്റെ പാറ്റേൺ ആയിരുന്നു. ഇതെടുത്തത് ചുരിദാറിൻ്റെ പാറ്റേൺസാണ്. പാറ്റേൺ റോൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പത്തെ ഓർഡേഴ്സ് ഇതേപോലെ നമ്മളൊരു സാധാ നോർമൽ ചൈനീസ് കോട്ടണിലുള്ള ടോപ്പായിരുന്നു. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യില്ലേ? ആദ്യം പാറ്റേൺ ഉണ്ടാക്കും. ആ പാറ്റേണിൽ ഏതൊക്കെ സൈസാണ് വേണ്ടതെന്നുള്ള ഗ്രേഡിങ് ചെയ്യും. ഗ്രേഡിങ് ചെയ്തതിന് ശേഷം ലെയർ ഇടും. ലെയർ ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുക. ചെറിയൊരു സെറ്റിങ്സ് ആക്കണമെന്നുണ്ട്. ചെറിയ ബൊട്ടിക് സെറ്റപ്പ് മേലെ ഇപ്പോൾ തുടങ്ങിയിട്ട് അത്രയും ആയിട്ടുള്ളൂ. ഇങ്ങനെ ഓരോന്നായി ചെയ്ത് വരുവാണ്. ഇപ്പോൾ അനാർക്കലി ടൈപ്പ് വേണം നിർത്തിയിട്ട് നോക്കാം. ഇതാണ് ഡിസൈൻ. ഇത് പ്യുവർ ഹാൻഡ്ലൂമാണ്. നമ്മളിപ്പോൾ ഇതിന് റീറ്റെയിലായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്ന 800 രൂപ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് പുറത്തു പോയ 1500 1600 റേഞ്ച് വരും. ഇത് നിങ്ങളുടെ പ്രോഡക്റ്റാ? ഇത് നമ്മളെ പ്രോഡക്റ്റാണ്. ഇതെങ്ങനെ ബൾക്കായിട്ടാണോ കൊടുക്കുന്നതല്ല? അല്ല, ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ശരിക്കും എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തൊരു ബ്രാൻഡായിരുന്നു. ലിനോറ ഡെസീനോ എന്നിട്ടൊരു ബ്രാൻഡ് തന്നെ ഉണ്ട് നമ്മളെ. അത് വീവേഴ്സിൽ നിന്ന് ഹാൻഡ്ലൂംസും മെറ്റീരിയൽസും നമ്മൾ തന്നെ അവിടുന്ന് ഡൈ ചെയ്യിപ്പിച്ച് നമ്മൾ തന്നെ അവിടുന്ന് കംപ്ലീറ്റ് നെയ്ത് എടുത്തിട്ട് കൊണ്ടുവരുന്ന തുണികളാണിത്. അപ്പോൾ ഇതിപ്പോൾ സീറോ ഫിനിഷിങ് ഇല്ലാത്ത തുണിയായതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര റഫ് തോന്നുന്നത്. നമ്മൾ സീറോ ഫിനിഷിങ് ചെയ്ത് വരുന്ന തുണിയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്താവും തുണി. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഇട്ടാൽ കംഫർട്ട് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഈ സിങ്കായി പോകുന്ന പ്രശ്നങ്ങളുണ്ടാവില്ല. സാധാരണ പൊതുവേ ഹാൻഡ്ലൂംസിൽ കാണുന്ന ഈ ചുരുങ്ങി പോകാമെന്നാണ്. ലിനൻ അടക്കം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഒരു 2-3 വാഷാകുമ്പോഴത്തേക്ക് അതൊന്ന് ചുരുങ്ങിപ്പോകും. ആ പ്രശ്നം ഇതിലുണ്ടാവില്ല. ഇത് നമ്മൾ സീറോ ഫിനിഷിങ്ങിലേക്ക് മാറുമ്പോൾ ആ സിങ്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. എന്നിട്ട് ഇത് എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലേക്ക് പോകുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇതൊക്കെ അടിച്ചു വെച്ചതാണ്. ഇതൊക്കെ നമ്മൾ തന്നെ കട്ട് പീസ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് ചെറിയ ചെറിയ തരത്തിൽ കൊടുക്കുക എന്നുള്ളതല്ലേ. ഇത് വേറെ ഡിസൈനാണ്. അത് ഫ്രീ സൈസാണ് ഇത് വരുന്നത്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഒരു സൈസ് എന്നല്ല, ഒരു കളറിൽ നമ്മൾ എല്ലാ സൈസും കൊടുക്കും. ഇതിപ്പോൾ ഫ്രീ സൈസിൽ അടിച്ചു വെച്ചത്? ഫ്രീ സൈസിൽ അതിൻ്റെ ചെറിയ സൈസുകളുണ്ട്. സ്മോൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ നൈറ്റീസാണ് വരുന്നത്. ഇത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ വരുന്നതാണ്. ഇത് ഫ്രീ സൈസിൽ അടിച്ചതെന്നുള്ളൂ. അത് കസ്റ്റം ഡിസൈൻസിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് 300 രൂപ വരുന്നു. ഇത് എത്ര റേറ്റ് വരും? ഇത് 300 രൂപ വരുമല്ലോ. 300 അല്ലേ? ഇതൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങെല്ലാം ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വേറെ ബ്രാൻഡാണ്. ഇതേ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മളെ ബ്രാൻഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുറത്തുള്ളവർക്ക് വേണ്ടി അടിച്ചതാ? കമ്പനിക്ക് വേണ്ടി ചെയ്തത്. മെയിനായിട്ട് സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ നിങ്ങൾക്ക് സ്റ്റിച്ച് അളിയിപ്പോകുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് അത്രയും നല്ല നീറ്റായിട്ടായിരിക്കും സ്റ്റിച്ചിങ് ഉണ്ടാവുക. ഇത് നൈറ്റി അല്ലേ? ഇത് നൈറ്റീസാണ്. പുതിയ പുതിയ മോഡൽസ് നമ്മൾ നോക്കി അടിക്കുന്നതാണ്. അതും ഇതേപോലെ തന്നെ സാധാരണ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നൈറ്റീസൊക്കെ എങ്ങനെയെങ്കിലും അടിച്ചിട്ട് കാട്ടിക്കൂട്ടി കൊണ്ടുവരിക. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇതിന് റേറ്റിൽ എങ്ങനെ വരിക?
ഇതിപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ 270 നമ്മൾ കൊടുക്കുന്നത്. 270? ആ 270. പാൻ്റ് അല്ലേ? ആ പാൻറ് ഐറ്റംസ്. ലേഡീസിൻ്റെ പാൻ്റ് അല്ലേ? ആ ലേഡീസിൻ്റെ അത് പലാസ അല്ല, പിന്നെ സിഗരറ്റ് പാൻറ് വരുന്നുണ്ട്, പിന്നെ ഇപ്പോഴത്തെ സ്ട്രെയിറ്റ് പാൻറ് വരുന്നുണ്ട്, എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട് അതിൽ. ലേഡീസിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. ജെൻസിൻ്റെ പാൻറ് മാത്രം തൽക്കാലം ഇപ്പം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജെൻസിൻ്റെ ഒന്നും ചെയ്യുന്നില്ല? ജെൻസിൻ്റെ ഷർട്ട് ചെയ്യുന്നുണ്ട്. ഷർട്ട് ഉണ്ട്? ആ ഷർട്ട് ഉണ്ട്. ഇത് നമ്മൾ UK എക്സ്പോർട്ട് ചെയ്ത പ്രോഡക്റ്റ് ആയിരുന്നു. ഇത് പ്യുവർ ഹാൻഡ്ലൂമാണ്. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഈ കൊറോണ കഴിഞ്ഞ ശേഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് റീപ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് പ്യുവർ കോട്ടൺ? ആ പ്യുവർ കോട്ടൺ ആണ് ഇത്. ഇതിൽ കിഡ്സ് വെയറും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, ഒരു കളറല്ല. ഇതെല്ലാം നമ്മൾ തന്നെ നെയ്തെടുത്തിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. മെറ്റീരിയൽസ് ബ്രാൻഡഡ് ആണ്. ലേഡീസ് കുർത്തീസ് ആണ് ഇത്. ഇത് ലേഡീസ് കുർത്തീസ് ആണ്. ജീൻസിനും അങ്ങനെയൊക്കെ ഇടുന്ന, ജഗിൻസിനൊക്കെ ഇടുന്ന ടൈപ്പാണ്. അധികം അവർ UK പ്രിസ്ക്രൈബ് ചെയ്യുന്ന വെച്ചാൽ വെസ്റ്റേൺ സ്റ്റൈലാണ് കൂടുതലും പറയുന്നത്. സാധാ നമ്മളെ നോർമൽ ടോപ്പ് ടൈപ്പാണ്. ഇത് അതേപോലെ തന്നെ വേറെ ഇതാണ് ഷർട്ട് ചെയ്യുന്നത് നമ്മൾ. ഇത് ജെൻസിൻ്റെ? ആ ഇത് ജെൻസിൻ്റെ ഷർട്ടാണ്. ഇത് ഹാൻഡ്ലൂമിൽ തന്നെ നമ്മൾ കോട്ടൺ. ഇതിപ്പോൾ 40 സൈസാണ്. ഇതൊക്കെ എത്ര റേറ്റ് വരും? ഇതിപ്പോൾ 800 രൂപയൊക്കെ കൊടുക്കുന്നത് നമ്മൾ പ്യുവർ കോട്ടൺ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ. ആ പ്യുവർ കോട്ടൺ. നിങ്ങൾക്ക് ഇത് സ്വിങ്കാവേ പിടിക്കുക ഒന്നും ചെയ്യൂല. ഹാൻഡ്ലൂമാന്ന് വെച്ചിട്ട് എല്ലാവരും അതാ വിചാരിക്കും. പക്ഷേ ഇത് ചുരുക്കി പോവുകയും ചെയ്യില്ല. നമ്മൾ ആ ഫിനിഷിങ് ചെയ്തിട്ട് വരുന്ന അതിപ്പോൾ നിങ്ങൾക്ക് ഈ തുണി തൊട്ടാലും തന്നെ തിരിഞ്ഞിട്ടുണ്ടാവും. ആ ഫിനിഷിങ്ങിൻ്റെ പ്രത്യേകത പോലെ വേറെയും ഉണ്ട്. ഇതും നമ്മളെ ബ്രാൻഡിൽ ചെയ്യുന്നതന്നെയാണ്. ഇത് ലിനോറ ഡെസിൻ, ഇതാണ് നമ്മളെ ബ്രാൻഡ് പറഞ്ഞത്. ഇത് UK എക്സ്പോർട്ട് ചെയ്ത സാധനമാണ്. അതിൻ്റെ കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ ഇവിടെ സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചു തന്നിരുന്നു. ഇത് പ്യുവർ ഹാൻഡ്ലൂംസ് ആണ്. അത് നിങ്ങൾക്ക് ആ തുണി തൊട്ടാൽ മനസ്സിലാവും സോഫ്റ്റ്നെസ്. മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ടല്ലേ? അത് സീറോ ഫിനിഷിങ്ങിൽ ചെയ്തിട്ട് വരുന്നതായതുകൊണ്ടാണ്. നെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് മില്ലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല. അത് പിന്നെ സീറോ ഫിനിഷിങ്ങിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് അയച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫിനിഷിങ് ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽസിലാണ് നമ്മൾ ഡിസൈൻസ് ചെയ്തിട്ട് അയക്കുന്നത്. ഇതൊക്കെ UK സൈസാണ് അവൈലബിൾ. ഇതിപ്പോൾ 12, 10, 14 അങ്ങനെയുള്ള ആ സൈസിലേക്കാണ് പോവുക. ഇപ്പം ഇവിടുത്തെ സൈസ് അല്ല ഇത്. ഇവിടെ സ്മോള്, ലാർജ്, എക്സൽ എന്നുള്ളതിന് പകരം 32, 52 അങ്ങനെയല്ല. ഇത് എക്സ്ട്രാ സ്മോൾ എന്ന് പറയുന്നത് 10 എന്നുള്ള സൈസിലേക്കാണ് പോവുക. ആടുന്ന് അങ്ങോട്ടേക്ക് 24 സൈസ് വരെയാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ കളർ മാറ്റമുള്ളതല്ലേ? ഇത് കളർ ഇത് ചെക്ക് കളറാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം അയച്ചു. ഇത് നമ്മൾ സാമ്പിളിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പീസ് ഇവിടെ വെക്കുന്നതാണ്. ചില സമയം നമ്മൾ ഇതിൻ്റെ താഴെയുള്ള യൂണിറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇതിൻ്റെ കുറച്ച് വിവരങ്ങൾ, ഡീറ്റെയിൽസ് കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ ഇത് റഹ്മത്തിൻ്റെ ഭർത്താവാണ്. പേരെന്താ? ഇസാഖ്. ഇത് റഹ്മത്ത്. അപ്പോൾ ഇത് ഈ സംരംഭം പിന്നെ തുടങ്ങാൻ കാരണം എന്താ? അതായത് എന്തെങ്കിലും പാഷനാണോ? പാഷൻ തന്നെയാണ്. ഞാൻ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. MCA കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നതായിരുന്നു. പക്ഷേ ചെറുതിലെ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ഈ ഹാൻഡ് എംബ്രോയ്ഡറി, ഫ്ലവർ മേക്കിംഗ് അങ്ങനത്തെ ഒക്കെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലം തൊട്ട്. പിന്നെ ഹോസ്റ്റൽ ലൈഫിലേക്ക് പോയപ്പം അവിടെ കൂടുതലുണ്ടായത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ കുട്ടികളായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതിനോടുണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. MCA വിട്ടിട്ട് നേരെ ഇതിലേക്ക് വന്നു. MCA വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. അത് എന്താ പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് IT ഫീൽഡാകുമ്പോൾ നമുക്ക് ഒരു മുഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവം, സ്ട്രെസ് ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ രാത്രിയും പകലൊക്കെ ടൈം ലിമിറ്റില്ലാത്ത വർക്ക്. പിന്നെ കൂടുതൽ ടൈം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റൽ ജോലിയായിരുന്നു. ഹോസ്പിറ്റലിലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട്. അപ്പോൾ 24 hours വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവിടെയും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചില ഹെൽത്ത് ഇഷ്യൂസ് വന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞു.
പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു പാഷൻ, എനിക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഹസ്ബൻഡ് മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം ജോലി കിട്ടിയിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ഫാഷനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ജോലി രാജിവെച്ചത്. ഇതിപ്പോ യൂണിറ്റ് തുടങ്ങിയിട്ട് അത്രല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ആ, യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പം 3 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ഒരു കൊറോണേൻ്റെ 1 വർഷം മുമ്പ്, പിന്നെ കൃത്യമായിട്ട് ഡേറ്റ് കൊറോണ സ്റ്റാർട്ട് ഒരു 6 മാസം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബ്രാൻഡായിരുന്നു ഈ ബ്രാൻഡ്. ഡ്രസ്സ് കണ്ടു. ഈ ബ്രാൻഡിന്റെ ഒരു പിന്നെ ബേസ് ആണ് നമ്മൾ ഈ യൂണിറ്റിലേക്ക് എത്തിച്ചേർന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് ഉണ്ടാക്കിയതോടെ ബ്രാൻഡ് ശരിക്കും ഹാൻഡ്ലൂം പ്രോഡക്റ്റാണ്. ഹാൻഡ്ലൂമിന്റെ തനതായ ഹാൻഡ്ലൂമിന്റെ. അത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മൂപ്പര് ചോക്ലേറ്റ് കമ്പനിയിലായിരുന്നു സൗദിയിൽ. അപ്പോൾ അവിടുത്തെ ആ ചോക്ലേറ്റ് കമ്പനിയുടെ പേരായിരുന്നു ലിനോഡ്രി പാരീസ് എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ജോലിയൊക്കെ രാജിവെച്ച് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൻ്റെ IT കമ്പനിയിൽ വെറുതെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാന്നുള്ളതിൽ പോകുമായിരുന്നു കണ്ണൂരിൽ. അപ്പോൾ അവനും ഇതിനോട് ഡ്രസ്സിനോട് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പാഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയാലോ അതിന് വേണ്ടി നമ്മൾ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ചെയ്യാനുള്ള ഒരു ഇതിലായിരുന്നു പ്ലാൻ ചെയ്തത്. അന്നേരം നമ്മൾ കുറേ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയുക പാകിസ്ഥാനിലൊക്കെ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് മെറ്റീരിയൽസ്, ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് ഓൺലൈനിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ മൂപ്പരും നാട്ടിൽ വന്നപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് അതൊരു ഹാൻഡ്ലൂമിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടായത് ഇപ്പോൾ കാണുന്ന നോർമൽ ഹാൻഡ്ലൂംസ് എന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊടുക്കണം എന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ ജനങ്ങളും ഈ ഹാൻഡ്ലൂംസ് യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറണം. നോർമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലാവസ്ഥക്കൊക്കെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഹാൻഡ്ലൂംസ് തന്നെയാണ് കൈകാര്യം ചെയ്യാനും അത് ഇടുന്നതിനുള്ള കംഫർട്ടും നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റീസ് അത് വെച്ചുകൊണ്ട് ബ്രൈഡൽ കളക്ഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ പ്ലാനായിരുന്നു അത്. അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയറിൽ തന്നെ ഒരു 3.5 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഇപ്പോൾ നമ്മൾ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ആയിരുന്നു അന്നേരം. അത്ര ഇ-കോമേഴ്സ് അത്രയും പോപ്പുലർ അല്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ തന്നെ നമ്മളൊരു ഡ്രസ്സ് ഇട്ട് നോക്കുന്ന ഒരു ഫീലിങ്സ് ഒക്കെ കൊണ്ടുവരാനായിരുന്നു. അതായത് ഒരു AI ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള എന്റെ സ്പെഷ്യലൈസേഷൻ AI ആയിരുന്നു. ഞാൻ AI ആണ് എടുത്തത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എൻ്റെ ഫൈനൽ സ്പെഷ്യലൈസേഷൻ ചെയ്തത്. അന്നേരം അതിനോടുള്ളൊരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര സോഫ്റ്റ്വെയറിന് നമുക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും കോഴ്സ് കഴിഞ്ഞ് വന്നപാട് അത്ര മൂവിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ അത്രയും കുറച്ചും കൂടെ നടക്കും. അതിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത് റീഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. അതിപ്പോഴും ഇതൊക്കെ ചെയ്തിട്ട് ഹോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് സോഫ്റ്റ്വെയർ തന്നെയാണ് റണ്ണിങ് ആണ്. പക്ഷെ ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ്. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ആ ഒരു രീതിയായിരിക്കും. നമ്മളൊരു ഫോട്ടോ അപ്ലോഡ് ഡ്രസ്സ് സൈസ് അഡ്ജസ്റ്റ്മെന്റ് കളേഴ്സ് ഇട്ട് നോക്കുന്ന ഫീലിങ്സ് അതിലേക്ക് ഇപ്പൊ ആരൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെൻസോ അങ്ങനെ ഒന്നുകൊണ്ട് ടീം ചെയ്തിട്ടുണ്ട്. പിന്നെ കാവ്യമാധവന്റെ അവരെ ഒരു ബൊട്ടിക്ക് കോൺസെപ്റ്റിൽ നമ്മളാ ചെയ്യുന്ന സമയത്ത് അവരും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്തത്. പക്ഷെ അവരതും അത്ര സക്സസ് ആയിട്ടില്ല ആ സമയത്ത്. അതല്ല ആ സമയത്ത് സക്സസ് ആയി. പിന്നെ കൊറോണയ്ക്ക് ശേഷം തോന്നി IT ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളോട് കൂടുതൽ. ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ വേറൊരു യൂണിറ്റ് ആയിട്ട് ടൈപ്പ് ആക്കിയിട്ട് നമ്മളെ പ്രൊഡക്ഷൻ ഇവിടുന്ന് അന്നേരം വ്യൂവേഴ്സ് ഇരണാവ് വ്യൂവേഴ്സ് എന്ന് പറയുന്ന വ്യൂവേഴ്സിന് ISO മാർക്ക് കിട്ടിയ സമയമായിരുന്നു. അവരുടെ നിന്ന് നമ്മൾ നൂല് അവർ പരുത്തി കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം നൂല് ഡൈ ചെയ്യുന്നത് മുതൽ ഞാൻ അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന കളേഴ്സൊക്കെ സെലക്ട് ചെയ്ത് ഡൈ ചെയ്യിപ്പിച്ച് അതിൽ തന്നെ അവരെ കൊണ്ട് നെയ്തെടുത്ത് ഊടും പാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്. നല്ല സപ്പോർട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ അവർ നമുക്ക് അതിനെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ചു തന്നു. പിന്നീട് നമ്മൾ അവിടെ പോയി നിന്ന് നെയ്തെടുത്ത തുണികളാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ ഈ യൂണിറ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത യൂണിറ്റിന് പിന്നെ എത്ര പൈസ ചിലവായിരുന്നു ടോട്ടൽ? അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ യൂണിറ്റിന് 13 ലക്ഷത്തോളമായി ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ 8 ലക്ഷത്തോളം ഗവൺമെൻറ് PMEGP ഫണ്ടിൽ കിട്ടിയിട്ടുണ്ട്. PMEGP കിട്ടിയിട്ടുണ്ട്. 8 ലക്ഷം നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷൻ 25% അല്ലേ ഉള്ളത്? 35%. ബാക്കി PMEGP കിട്ടും. അപ്പോൾ ലോണിൽ പെട്ടെന്ന് പാസ്സായിട്ടുണ്ടാവും. അല്ല, PMEGP 5% ഓൺ കോൺട്രിബ്യൂഷൻ വേണ്ടു. പക്ഷെ നമ്മൾ അത്ര മതി എന്ന് വിചാരിച്ചു. നിങ്ങൾ അത്ര മതി. ബാക്കി 10 ലക്ഷത്തിൽ കൂടുതലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനുള്ള ഇതൊക്കെ കൊടുക്കണ്ടേ.
അപ്പോൾ അത് വേണ്ട, നമുക്ക് തൽക്കാലം അത്ര മതി എന്നുള്ളത്. അപ്പോൾ ഈ ലോണെല്ലാം പെട്ടെന്ന് പാസ്സാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു, എങ്ങനെ അത്? ലോൺ പെട്ടെന്ന് പാസ്സാക്കി തന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷിറാസിന്റെ ഇത് തന്നെയായിരുന്നു, സപ്പോർട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വകുപ്പിൽ അത് മാത്രമല്ല ഈ പ്രൊജക്ട് വിത്തിൻ എനിക്കൊന്ന് 25 days കൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ആക്കി. ഫണ്ട് റൈസിങ് ഇൻക്ലൂഡഡ് ഈ ഇവിടെ ഇൻസ്റ്റാളേഷൻ, ഈ ഫിക്സഡ് അസറ്റ് ഇൻസ്റ്റാളേഷൻ, ഈ പ്രൊജക്ട് ആ കാര്യത്തിൽ വ്യവസായ ഓഫീസറെ നമുക്ക് വ്യവസായ ഓഫീസർ മാത്രമല്ല, GM മാത്രമല്ല, അവിടെയുള്ള ഓഫീസേഴ്സ് പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ പോലെയല്ല. 75 സ്റ്റാർട്ട് ചെയ്ത ഇതാണ് ഈ മറ്റേ നമ്മളിപ്പോൾ ഹാൻഡ്ലൂമിന്റെ. കാരണം നമ്മൾ ജയരാജൻ സാറിന്റെ അണ്ടറിൽ വരുന്ന ഒരു സൊസൈറ്റിയാണ് ഇർന വ്യൂസ് ചെയ്തല്ലേ, അവര് ഫേമസ് ആണല്ലേ. ഫേമസ്. അപ്പം പിന്നീട് നമ്മളാ തുടക്കത്തിൽ നമ്മളാ തുടക്കവും പിന്നെ കൊറോണയുടെ സ്റ്റോപ്പും പിന്നീട് റീഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അവർ ISO മാർക്ക് അവരെ പ്രൊഡക്റ്റിന് അവർ സർട്ടിഫൈ ചെയ്യും. ശരിക്കും അവരുടെ ഭാഗത്ത് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. വെച്ചാൽ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാൻ നമ്മൾ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രൊഡക്റ്റ് നോളജ് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തൊക്കെ എന്തൊക്കെ അതാ തുടക്കത്തിൽ നമുക്ക് പിന്നെ ഹാൻഡ്ലൂംസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂംസ് തോട്ടടയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന കളക്ടർ മീർ മുഹമ്മദ് സാറായിരുന്നു. സാറും ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നാട്ടിലുള്ളവർക്ക് നമുക്കൊന്നും ഈ ഹാൻഡ്ലൂമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു മതിപ്പില്ല, ഇല്ലാത്തത്. ഞാൻ ഉപയോഗിക്കുന്നത് ഹാൻഡ്ലൂമാണ്, ഇത് ഹാൻഡ്ലൂമാണ്. ഇതൊക്കെ ഞാൻ ഇട്ടതൊക്കെ തന്നെയാണ്, നമ്മുടെ ഡ്രസ് തന്നെയാണ്. അതായത് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതേ കംഫർട്ട്നെസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് നമ്മളേതായ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ ഇറങ്ങിയത് മുതൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ആയിരുന്നു. അതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പൊതുവെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പ്രവാസിയായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. പക്ഷെ ഈ ക്ലൈമറ്റിന്, ഇവിടുത്തെ ക്ലൈമറ്റിന് നമുക്ക് ഏറ്റവും സൂട്ടബിളും ഏറ്റവും കംഫർട്ടബിളും വെയിറ്റ്ലെസ് മീൻസ് ഫീൽ ഡ്രസ്സിന്റെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള. ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ണൂർ ഫെസ്റ്റിവൽ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീവേഴ്സിന്റെ മെറ്റീരിയൽസിന് വേറെ പ്രത്യേകതയുണ്ട്. വീവേഴ്സിന്റെ മെറ്റീരിയൽസിന് വേറെ പ്രത്യേകത. നമ്മൾ ഒരുപാട് വീവേഴ്സിനെ പോയി കണ്ട് അവിടുത്തെ മെറ്റീരിയൽസ് സെർച്ച് ചെയ്ത് അത്രയും കുറേ ദിവസം നമ്മൾ ഒരു 5-6 മാസം ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിന്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സാറ്റിസ്ഫൈഡ് കിട്ടിയതാണ്. സീറോ ഫിനിഷിംഗ് ആയതുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ട്രിങ് ചെയ്യുന്ന ഒരു പരിപാടി അവരാ മെറ്റീരിയലിനില്ല. അപ്പൊ നമുക്ക് ഒരു റെഡിമെയ്ഡ് ക്ലോത്ത് ഇപ്പം ലെനിനായാലും എന്തായാലും നമ്മളൊരു സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് ആ ഒരു യൂണിറ്റിന് കിട്ടുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ 100% കംപ്ലീഷൻ. പിന്നീട് നൂല് കളർ ഫെയ്ഡോ അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു തരത്തിലും ഡൈയും അങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കൂടുതൽ കെമിക്കൽസ് ഇല്ലാത്ത തരത്തിലാണ് അവർ ഡൈയും യൂസ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ നമ്മൾ വെള്ളത്തിലിട്ടുകൊണ്ട് നമ്മൾ വെള്ളം പിയ്യാതെ നമ്മളത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ അതേ ലെവലിൽ നമുക്ക് ഒരു ഇസ്തിരി ഇടേണ്ട ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഒരു ലെനിന്റെ നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇസ്തിരി ഇട്ടാൽ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടുകാരെക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് വിദേശികളാണ്. അവർക്കാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മള് എൻ്റെ ഒരു പഞ്ചായത്ത് ആയതുകൊണ്ടും ഞാൻ ജനിച്ചോടൊപ്പം ഒരു പഞ്ചായത്ത് ഒരു പ്രാദേശിക ഒരു യൂണിറ്റ് ആയിരുന്നു, പ്രാദേശിക സ്ഥലത്ത് ഉണ്ടായിരുന്ന യൂണിറ്റ്. നമ്മൾ ചെറുപ്പത്തിലേ അവിടുന്ന് കണ്ടുവരുന്നുണ്ട്. ഫോറിൻസ് വരികയും ഫോറിൻസ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റേ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് അവിടുന്ന് ലോട്ടായിട്ട് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അന്നേരം നമുക്ക് ഇതൊരു പ്രൊഡക്റ്റിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലായില്ല. ശരിക്കും ഞാൻ സത്യത്തിൽ പുറത്തു പോയി ഒരു പ്രവാസി ആയാലും ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഡ്രസ്സ് ഇടാൻ തുടങ്ങിയതാണ് ഇതിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കി. നമുക്ക് പറ്റുന്ന ക്ലൈമറ്റില് സമ്മറാണ് അത് നമ്മുടെ നാട്ടിലെ ആ ഒരു ക്ലൈമറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പൊതുവെ ക്ലൈമറ്റ് സമ്മർ എന്ന് പറയുന്നത് ശരിക്കും കിട്ടുന്നില്ല നമുക്ക്. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. പിന്നെ പ്രൊഡക്ഷനിൽ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഈ ഒരു പ്രൊഡക്ഷനിൽ കീഞ്ഞത് കൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകും. ചെയ്യുന്ന സമയം ഈ തുണിക്ക് സൂട്ടബിൾ ആകുന്ന നീഡില് പിന്നെ അതേപോലെ നൂല് ഇതൊക്കെ നമ്മൾ പെർഫെക്ഷനിലൂടെ ചെയ്തിട്ടില്ലെങ്കിൽ തൂങ്ങിപ്പോകും. കാരണം നൂലിന് ഈ തുണിന്റെ മെറ്റീരിയൽസിന്റെ വെയിറ്റിന് അനുസരിച്ചിട്ടുള്ള നൂലായിരിക്കും ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്.
അത് കറക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ ഏരിയ പോയാൽ ആ പ്രൊഡക്ഷൻ കട്ടിംഗ് മാസ്റ്ററിങ് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ലെവൽസിൽ എക്സ്പീരിയൻസ് പ്രകാരം നമുക്കത് ആ പ്രൊഡക്ഷൻ ശരിക്കും ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് എന്താ പറയേണ്ടത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്വാളിറ്റി ചെക്കിങ് അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്, 3 തവണ ക്വാളിറ്റി ചെക്ക് എന്നിട്ട് എങ്ങനെ അവരുമായിട്ട് വെരിഫൈ ചെയ്യും? അവര് വെരിഫൈ ചെയ്യും. അതിൽ ചിലപ്പോൾ റിജക്ഷൻസ് വരും. സ്റ്റിച്ചിങ് ഒക്കെ അത്രയും ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് വരാന്നുണ്ട് അവര് മാറ്റി ചെയ്യണം. ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിലിപ്പോ ബാങ്കിന്റെ സൈഡിൽ നിന്ന് എങ്ങനെയുണ്ടായിരുന്നു സപ്പോർട്ട്? ബാങ്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടലി ഇപ്രാവശ്യം നമുക്കൊരു കുറച്ച് പോസിറ്റീവ് ആയിരുന്നു. ഒന്ന് നമ്മളെ ഷിറ സാറിന്റെ ഒരു ഇടപെടൽ ശരിക്ക് നമുക്ക് നല്ല സപ്പോർട്ട് മാത്രമല്ല, സാറ് നമ്മളെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ വ്യവസായ ഇന്റേണൽമാരും അത്രയും സപ്പോർട്ട് തന്നിട്ടുണ്ട്. അവര് തന്നെയാണ് എനിക്ക് പ്രോജക്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എല്ലാ പഞ്ചായത്തിലും പഴയതുപോലത്തെ നൂലാമാലകളൊന്നും നമ്മൾ ഈ സമയത്ത് നമുക്കിപ്പോ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഇങ്ങനെ ഇറങ്ങിയത് തരുള്ളൂ. ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ ഒരു പരിപാടിയുണ്ട്. ഈ 2 പ്രൊജക്റ്റ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് ഈ ഒഫീഷ്യൽസിന്റെ അങ്ങനെ ഒരു അങ്ങനെ ഒരു റിജക്ഷൻ വന്നില്ല. ബാങ്കിൽ പോയപ്പോൾ അവരാകെ മറ്റേ ഇതുണ്ടോ ചോദിച്ചിട്ട് സിബിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി അവരത് എൻ്റെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തു. സിബിലൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നാളെ തന്നെ ഇത് തന്നു, കൊട്ടേഷനും പ്രൊജക്ട് റിപ്പോർട്ടും തന്നു. ഏത് ബാങ്കായിരുന്നു? കാനറ ബാങ്കായിരുന്നു. അപ്പോൾ അവരൊരു 14 ദിവസത്തെ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിട്ട് 14 ദിവസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. ശരിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കും മുമ്പേ എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. നിലവിൽ ഇപ്പോൾ ഈ സംരംഭം എങ്ങനെ പോകുന്നു? ലാഭത്തിലാണോ അതോ സ്റ്റാർട്ടിംഗ് ഗ്രാഫ് ഇപ്പൊ മേലോട്ടേക്കല്ല, ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ മോളോട്ടേക്കാണ്. നമുക്കിപ്പോ ഒരു പോസിറ്റീവ് എനർജിയിലുള്ളത്. കാരണം നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഈ എടുത്ത എഫേർട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് 1-2 വർഷം കൊണ്ട് നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഇത് 6 മാസം പ്രോഫിറ്റബിൾ ആയി ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അങ്ങനെയുള്ള ഒരു ഹോപ്പ് ഉണ്ട്. നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ബിസിനസ് ഇപ്പോൾ തുടങ്ങിയതിൽ. കാരണം 2 മാസം കൊണ്ട് തന്നെ ഞാനല്ല ശരിക്കും പറയാം, ഞാനിപ്പോൾ ഒരു ജസ്റ്റ് എൻട്രിയാണ്. ഞാനിപ്പോൾ പ്രവാസിയാണ് ജസ്റ്റ് എൻട്രി. പക്ഷെ അതിലും ഇതിൽ 99% ഇവിടെ വൈഫിന്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പൊ ഈ വൈഫിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വൈഫിന് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഉണ്ട്, പോവാൻ പറ്റും. നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും കൂടി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇങ്ങോട്ട്, പക്ഷെ മെന്റലി മറ്റുള്ള സപ്പോർട്ട് നമ്മൾ എത്തിയിട്ടുള്ള എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അതെ, കോൺഫിഡൻസ് നമ്മൾ സപ്പോർട്ട് കൂടി എന്തെങ്കിലും. പിന്നെ പൊതുവേ എന്താന്ന് പറയാ, നമ്മളൊരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയുള്ള ഇഷ്യൂസ് ഈ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി വേ ആയിരുന്നു. ഞാനിപ്പോ പ്ലാൻ ചെയ്ത് 1 മാസം കൊണ്ട് എനിക്ക് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അതാണ് എനിക്ക് കിട്ടിയ പോസിറ്റീവ് കോൺഫിഡൻസ്. ഇത്രയും നല്ലൊരു പ്രൊജക്ട്, ഇത്രയും നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ റാമത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊജക്റ്റാണ്. അത് 25 ഡേയ്സിൻ്റെ ഉള്ളിൽ സ്ട്രീംലൈൻ ചെയ്യും. മീൻസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞില്ല. പിന്നീട് ആ സ്റ്റാർട്ട് എന്നുള്ള ആ ഒരു മാസം കൊണ്ട് സ്റ്റാർട്ടായി. ഇനോഗ്രേഷൻ കഴിഞ്ഞു, ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി. പിന്നെ നമുക്ക് പിന്നെ ഒരു ഓർഡർ കിട്ടിയിട്ട് തുടങ്ങേണ്ട ഒരു ഇതുണ്ടായിട്ടില്ല, ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ പ്രോഡക്റ്റ് നമ്മൾ ഈ ലിനോറ ഡിസൈനോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ മുന്നേ നെയ്ത് വെച്ച സാധനങ്ങൾ ഉള്ളതുകൊണ്ട് അത് സ്റ്റാർട്ടാക്കി. പക്ഷെ പിറ്റേത്തെ ആഴ്ച തന്നെ എനിക്ക് പുതിയ ഓർഡേഴ്സ് വന്നു. പക്ഷെ ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ വന്ന കസ്റ്റമേഴ്സ് ആരും എനിക്ക് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഫീൽ ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ്. പക്ഷെ അവർക്ക് ആ സ്റ്റിച്ചിങ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവര് നിലവിലുള്ള ഒരു 2 ക്ലയന്റ് നമ്മളോട് ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ റീറ്റെയിൽ മാർക്കറ്റിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ എനർജിയാണ്. കാരണം ആ ഒരു പ്രൊഡക്റ്റ് മേക്കിംഗ് ക്വാളിറ്റി അവര് അറിഞ്ഞതും കൊണ്ടും അവർക്ക് കസ്റ്റമറിൽ നിന്ന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷനും കൊണ്ടും സർവീസിന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടും അവർ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾ നമ്മളെ ഇപ്പൊ ഞാൻ 3-4 ഇൻഡസ്ട്രിയൽ വിസിറ്റൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം എന്താണ് അവരുടെ അടുത്തൊക്കെ റിക്വയർമെന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഹ്യൂജ് ക്വാണ്ടിറ്റിയാണ്. 2000 എപ്പോൾ നമ്മളൊരു സൈസസ് ചെയ്യണം. മിനിമം മീഡിയം ചെയ്യണമെങ്കിൽ 2000. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫുൾ സൈസസ് നമ്മൾ ഗ്രേഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 6000
8000 പീസസ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കാം ഒരു കളറിലായാലും കാരണം ലാബ് കട്ടിങ് ആയാലും. അപ്പോൾ എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ഹ്യൂജ് എക്സ്പോർട്ട് ടീമും അതുമാത്രമല്ല പ്രൊഡക്ഷൻ ഹ്യൂജ്, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് എല്ലാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിഡിലായി വർക്ക് ചെയ്യുന്നവർക്ക്, ഒരു പാഷനേറ്റായ മിഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ കണ്ണൂരായതുകൊണ്ട് ഇതിന് പ്രത്യേകം എന്തെങ്കിലും കണ്ണൂര് എന്ന് പറയുന്നതിനെ കൊണ്ടല്ല, നമ്മള് ഇപ്പൊ ഇവിടെ കണ്ണൂരിൻ്റെതായിട്ട് അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയലോ? അതാണ് ഈ കണ്ണൂരിന്റെ തനത് എന്ന് പറയുന്നത് ഹാൻഡ്ലൂമാണ്. ഇത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് പിന്നെ എല്ലാവർക്കും തോന്നുന്ന ഒരു ലേഡീസ് കൂടുതൽ ഹാൻഡ്ലൂംസ്, എനിക്ക് തോന്നുന്നു കുറച്ച് കാലഘട്ടം മുമ്പ് ലേഡീസ് യൂസ് ചെയ്തിട്ടില്ല ഹാൻഡ്ലൂംസ്, അധികം ജെൻസ് ഷർട്ടുകളാണ് യൂസ് ചെയ്തത്. പിന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ബുദ്ധിജീവികൾ ഇടുന്ന ഡ്രസ്സുകൾ, അതിനൊന്നും മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഹാൻഡ്ലൂംസ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ മുഖം ചുളിച്ച ആൾക്കാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് തരുമോ ചോദിക്കുന്ന തരത്തിലേക്ക് ജനറേഷൻ എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ചിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് എന്ത് കംഫർട്ട്നെസ് ആണ് ഇപ്പൊ എല്ലാവരും. പിന്നെ ആ ഒരു ബുദ്ധിജീവി ഡിസൈൻ മാറി നമ്മളിപ്പോ മോഡേൺ ഡിസൈനിലേക്ക് ഹാൻഡ്ലൂംസിനെ കൊണ്ടുവന്നതാണ്. ഞാൻ ഈ ഖാദിന്റെ ഫെസ്റ്റിവലായ സമയത്ത് അവിടെ പോയപ്പോഴാണ് ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഇതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും വെറൈറ്റി കളേഴ്സ്. ഹാൻഡ്ലൂംസും ഖാദിയും ചെയ്യുന്ന ഒരു കോണം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒറിജിനല് കളേഴ്സ് ഉണ്ട്, നാച്ചുറൽ കളേഴ്സ്. ഇപ്പം മഞ്ഞ എന്ന് പറയുന്ന മഞ്ഞളിനെ കൊണ്ടുവരുന്ന കളേഴ്സ് ഉണ്ട്, അതേപോലെ പച്ച എന്ന് പറയുന്ന ഓർഗാനിക്സ് കളേഴ്സ് തന്നെ ഉണ്ട്. ഈ ഓർഗാനിക്സ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മെറ്റീരിയലിന്റെ കംഫർട്ട്നെസ്സും രണ്ടിനുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കുന്ന ചില അലർജികൾ നമുക്ക് കെമിക്കലിൽ നമുക്ക് ബാധിക്കും. അതേസമയം ഈ ഹാൻഡ്ലൂമിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഖാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി നമ്മൾ 100% സാറ്റിസ്ഫാക്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഉണ്ട്. നമ്മളിപ്പോൾ 1000 റുപ്യ കൊടുത്താൽ 1000 റുപ്യൻ്റെ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോ മെൻസിന്റെ ഷർട്ട്സ് ഇതെല്ലാം ഇവിടെ അടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കാൻ കൊറിയർ അയക്കുന്നുണ്ട്, ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വെബ്സൈറ്റ് ഉണ്ടോ? വെബ്സൈറ്റ് എങ്ങനെ ഓർഡർ വാട്സപ്പ് ത്രൂ ആയിരിക്കും? അല്ലെ, നമ്മൾ ഇപ്പൊ നോർമൽ എല്ലാം ചെയ്യുന്ന പോലെ വാട്സപ്പ്. ഇപ്പൊ നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഡിസൈൻ ഇപ്പം ഇവിടെ തന്നെ മാർക്കറ്റിംഗിന് വേണ്ടി ഡിസൈൻസിലെ ഒരു വർക്ക് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പിന്നെ ബൊട്ടീക്ക് വർക്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ബൊട്ടീക്കുകളിലേക്കുള്ള കണ്ണൂർ ജില്ലയിലുള്ള ഒരുവിധം ബൊട്ടീക്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റിച്ചിങ്ങിൽ അത് ചെയ്ത് കൊടുക്കലില്ല. ഈ ബൾക്ക് ഓർഡേഴ്സ് ചെയ്താലും നമുക്കാവുള്ളൂ. പക്ഷെ ഞാനത് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ, പിന്നെ ഞാനൊരു സമയത്ത് ബൊട്ടീക്കിന് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു തരാണ്ടിരുന്നപ്പോൾ ഉള്ള വിഷമങ്ങൾ എനിക്കറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലുള്ള മൊത്തം ഹാൻഡ്ലൂംസ് അല്ലെങ്കിൽ ഹാൻഡ്ലൂം എന്നല്ല ബൊട്ടീക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പുറത്ത് അല്ലെങ്കിൽ ബോംബെയിലോ മറ്റുള്ളവർക്ക് ആശ്രയിക്കുന്നതിന് പകരം നമ്മളെ യൂണിറ്റിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മളെ കണ്ണൂരിൽ നിന്ന് തന്നെ അവർക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടി ഉദ്ദേശിക്കുക. ഇപ്പോൾ 3-4 ബൊട്ടീക്സിൻ്റെ വർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ തന്നെ. അത് മിനിമം കോസ്റ്റിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. പറയാൻ കാരണം ബൊട്ടീക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഈ നമ്മൾ ഈ ഫാഷൻ ഡിസൈൻ പഠിച്ചിട്ട് ഇറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, ആരായാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ആശ്രയിച്ചിട്ടായി പഠനമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പുറത്ത് വരുന്നത്. അപ്പോൾ അവരൊരു പാഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഗാർമെന്റ്സ് ലെവലിൽ നമ്മുടെ പ്രൊഡക്ഷൻ മിനിമം 200 പീസസ് നമുക്ക് ചെയ്യണം. എന്നാലും നമുക്ക് വർക്ക് നമ്മളെ ഇവിടുത്തെ നമുക്ക് നമ്മളേതായ യൂണിറ്റിന്റെ കപ്പാസിറ്റിക്ക് പ്രകാരം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടണം. പക്ഷെ എന്നാലും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇപ്പോൾ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പം നെഫ്റ്റിന്റെ ആയാലും അതേപോലെ വേറൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഹാൻഡ്ലൂം ടെക്നോളജി GITT അങ്ങനെയുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഫാഷൻ ഡിസൈൻ തന്നെ സ്ഥാപനമുണ്ട്. അവിടുന്ന് വരുന്നവരെ ഒരു ഇന്ററാക്ഷൻ വെച്ചിട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ 100% റെഡിയാണ്. കാരണം നമുക്കത് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ നമ്മുടെ അടുത്തുണ്ട്. കാരണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജനറേഷൻ ഇനി ഉണ്ടാവുള്ളൂ. കാരണം നമ്മളിപ്പോ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് പഠിച്ചു നമ്മളെല്ലാം പറഞ്ഞ് പഠിച്ചല്ലാതെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പിന്നെ എന്തൊക്കെ മെഷീനറീസ് വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യത്തിൽ പറഞ്ഞറിയുന്ന സാധനം കണ്ട് ശീലം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്താലൊക്കെ അറിയാൻ പറ്റുമെങ്കിലും
അത് നമ്മളൊരു പിന്നെ അവർക്കൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഒരു കുറച്ച് ദിവസത്തെ ട്രെയിനിങ് പോലെയൊക്കെ വെച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇനിയിപ്പോൾ അവർക്കൊരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പം റഹ്മത്തിനോട് പറഞ്ഞ കേസാണ്. ഇന്നലെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ഫാഷൻ ഡിസൈനേഴ്സിനും ഫാഷൻ ഡിസൈൻ സ്കൂൾസ് പിന്നെ അതേപോലെ ഗവൺമെന്റ് നല്ലൊരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യുക, അവരെ പാഷനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ വളരുമ്പോൾ അവരെയും കൂടി ഹെൽപ്പ് ചെയ്യാന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ അഴീക്കോട് പഞ്ചായത്തിൽ തന്നെ ബ്ലോക്ക് ലെവലിൽ 2 ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഇൻഡസ്ട്രി ചെറിയ യൂണിറ്റിന്. ആ യൂണിറ്റുകൾക്ക് അവർക്ക് അറിയില്ല എന്ത് മെഷീൻ വേണം എങ്ങനെ വാങ്ങിക്കണം എന്നുള്ള അറിയാത്തൊരു 2 പേര്. അവർക്ക് സ്റ്റിച്ചിങ് അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു വന്ന ആൾക്കാരാണ്. നമുക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ചെറിയ ഇപ്പം വീടുകളിൽ നിന്ന് ചെയ്യുന്ന ചെറിയ ആളുകൾ അവരെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു ജസ്റ്റ് ഒരു തോട്ട് മാത്രം ചോദിച്ചു. അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയാൻ നിൽക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറി പഠിച്ചിട്ട് വീട്ടിലിരിക്കുന്നവരുണ്ട്, ഇപ്പൊ ഫാഷൻ ഡിസൈൻ ചെയ്ത് പഠിച്ചിട്ട്. പക്ഷെ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ടെക്നിക്കലായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ അറിയില്ല. സ്റ്റാർട്ട് ചെയ്യേണ്ട ആ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്. കുറച്ച് ജനറേഷൻ ഉണ്ട്, ഇപ്പം ഉണ്ട് പുതിയതായിട്ട്. അതേസമയം ഇവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ വീടാന്തരങ്ങളിൽ ജോലി ചെയ്തവരാണ്. പക്ഷെ അവർക്ക് പെർഫെക്ഷൻ ഇല്ല. അവര് മാക്സി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കും. പക്ഷെ വാങ്ങുന്നവർക്കും പൈസ കുറയും. അതിന്റെ സ്റ്റിച്ചിന്റെ ക്വാളിറ്റി എത്രയുണ്ട്, സൈസസോ കാര്യങ്ങളോ പെർഫെക്ഷൻ വേണമെന്നില്ല. പക്ഷെ നമ്മളെ യൂണിറ്റിലേക്ക് വന്നേരം നമ്മൾ 1 മാസം അവർക്ക് ട്രെയിനിങ് ഉണ്ട്. ഈ നമ്മളെ പ്രൊഡക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്ത പ്രൊഡക്ഷൻ കാണിച്ചു കൊടുത്തിട്ട് ഇതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് അവര് ഈ 1.5 മാസം കൊണ്ട് അവര് റൂട്ടിൽ കയറി അവര് ചെയ്തു. നമ്മള് സത്യത്തില് 100% സ്റ്റാൻഡേർഡൈസേഷൻ. എനിക്ക് അറിയില്ല. നമുക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവരൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളിപ്പോ താഴെ കണ്ടതിൽ ആ ലെയർ ഇടുന്നവരെ സഹായിച്ചില്ലേ? അവർക്ക് സത്യം പറഞ്ഞാൽ മെഷീൻ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ. എന്ന് വെച്ചാൽ സാധാരണ നോർമൽ മെഷീൻ യൂസ് ചെയ്തിട്ട് വീട്ടിൽ പഠിച്ചൊരു ലേഡിയാണ്. പക്ഷേ ഇതിനോട് എന്തോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ വന്നപ്പോൾ ആ സംസാരത്തിൽ അട്രാക്ട് ചെയ്തിട്ടാണ് ഞാൻ അവരെ അപ്പോയിൻറ്റ് ചെയ്തത്. ഞാൻ സാലറി ആദ്യം തന്നെ വലിയ സാലറി തന്നെ അവർക്ക് ഓഫറും ചെയ്തു. പക്ഷേ എനിക്ക് ആ സ്മാർട്ട്നെസ് കണ്ടിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ മെഷീൻ അടിക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് എനിക്ക് പോയാലും ഒരു സൂചി പൊട്ടിപ്പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാനല്ല, ആ മെഷീനിൽ ജസ്റ്റ് ഒന്ന് ഇരിക്കേ, പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമില്ല എന്നിട്ട് ഒരു ദിവസം അവർ ഇരുത്തി. പക്ഷെ ഞാനത് കണ്ടത് ഉച്ചയ്ക്ക് ശേഷം അവർ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിക്കുന്നതാണ്. അപ്പൊ അവർക്ക് ആ ധൈര്യം ഉണ്ടായി. മെഷീൻ മോശമായി പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രൊഡക്ഷൻ തരുന്ന ഒരു സ്ത്രീ. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിൽ പോകുമ്പോൾ ഇതിനൊന്നും ഒരു സ്പേസ് കിട്ടിയില്ല. അതെ, ഇപ്പൊ നമ്മളിതൊരു ഓൺ ബിസിനസ് ഒരു പാഷന്റെ പുറത്ത് ഇറങ്ങിയ ഒരു ബിസിനസ് ആയതുകൊണ്ട്, റഹ്മത്തിന്റെ ഒരു ബിസിനസ് ആയതുകൊണ്ട് റഹ്മത്തിന് റിസ്ക് എടുക്കാം. റിസ്ക് എടുത്തിട്ട് അവരെ ആ റൂട്ടിലേക്ക് ഇറക്കാം. അതേസമയം ഒരു റണ്ണ് ചെയ്തു പോയ ഒരു ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ഒരു വലിയ സ്ഥാപനത്തിലാണ് നമുക്ക് അവിടെ ഒരു ടീച്ചിങ് എന്നുള്ള ലെവലിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ട, കാരണം അവർക്ക് പ്രൊഡക്ഷനാണ് വേണ്ടത്. അവർ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്റ്റാഫിനെ ഹയർ ചെയ്യും. അതവിടെ ടെക്നിക്കലി അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഒരു ആര് പോയാലും ഒരു ഡിസൈനേഴ്സ് പോയാലും അവർക്ക് വേണ്ടത് ഫുൾ ഡിസൈനറേ വേണ്ടത്. അല്ലാണ്ട് പഠിച്ചിട്ട് അവരുടെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഡിസൈനർ ആവശ്യം വരില്ല. ഒരു പക്ഷേ ഒരു ഇൻഡക്ഷൻ ട്രെയിനിങ് ഉണ്ടാവും. ആ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിന് നമ്മളിപ്പോൾ സാധാ ലോക്കൽ മെഷീനിൽ ഉഷിയോ അല്ലെങ്കിൽ അതേപോലെ ലോക്കൽ മെഷീനിൽ അടിക്കുന്നവരാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് ചുക്കിയിലേക്കും അതേപോലെ ഇവിടെയുള്ള ബ്രദേഴ്സിലേക്കും കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക്കാണ്. ആ യൂണിറ്റിന് ഓണർ എടുക്കുന്ന റിസ്ക്കാണ് അവരെ പ്രൊഫഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതിൽ ഇവള് റഹ്മത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാഫിനോടുള്ള കമ്മിറ്റ്മെന്റും ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ടോ ചിലപ്പോൾ അടിച്ചത് രണ്ടാമത് അടിക്കേണ്ടൊക്കെ വന്നു. പക്ഷെ ഒരാഴ്ച കൊണ്ട് അവര് ലെവലായി വരാൻ തുടങ്ങി. പിന്നെ ഇവർക്കൊരു മുഷ്പ് വരാൻ തുടങ്ങി, നമ്മൾ അഴിക്കരുത് എന്നുള്ളൊരു ഫീലിംഗ്സ്. പിന്നെ അത് മാത്രമല്ല, പൊതുവെ നമ്മൾ ഉഷ എന്ന് പറയുന്ന നോർമൽ മെഷീനിൽ ഇപ്പോൾ ഹോം മെയ്ഡ് മെഷീനിൽ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഇൻഡസ്ട്രിയൽ മെഷീനാണ്. അപ്പം അത് അടിച്ചിട്ട് പെർഫെക്ഷനിലേക്ക് പിന്നെ രണ്ടാമത് റീ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ടൈം പോകും. പിന്നെ അത് അവര് ഒരു ദിവസത്തെ വർക്ക്, ഒരു ദിവസത്തെ എഫേർട്ട് എല്ലാം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവര് തന്നെ ഫസ്റ്റ് അത് കംപ്ലീറ്റ്ലി ക്ലിയർ ആക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ അവരെടുത്ത് ഉണ്ടാകുമ്പോൾ പ്രോഡക്റ്റ് വളരെ നീറ്റ്ലി വരും. നമുക്ക് അവരുടെ ടൈമിങ്, നമുക്ക് അവർക്ക് പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടും. പിന്നെ അത് നമ്മളോട് ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വന്നിട്ട്
പിന്നെ പൊതുവെ നമ്മൾ ഇപ്പോൾ ഇതുപോലെ യൂണിറ്റുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാം, അവരെ ആവശ്യമായത് ഗുരുവായൂർ പറയുന്ന പോലെ കഷ്ടപ്പാട്, പിന്നെ ദാരിദ്ര്യം അല്ല. പക്ഷെ നിങ്ങളെ ഭാഗത്തുനിന്ന് വെച്ചാൽ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഭയങ്കര കഷ്ടപ്പാടില്ല അല്ലേ, പക്ഷേ രാത്രി 12 മണിക്ക് 1 മണിക്ക് പോയിട്ടില്ല. സാബറിന് അറിയാം ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ ഉറക്കം ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം. സ്റ്റാഫിന് ഇപ്പൊ കട്ടിമാഷ ഒരു ഉദാഹരണം പറയാം. കട്ടിമാഷ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നിടത്താണ് നമ്മുടെ അടുത്ത് കൺവേർട്ട് ആയത്. നമ്മളോട് എല്ലാ റിലേഷനും ഇവിടെ വന്നിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ്. പുള്ളി ഒന്നുമില്ല, പുള്ളിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. പുള്ളി ആ സാലറിയിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യും, ഇവിടെ വന്ന് വർക്കിന്. അല്ല, അത് കംഫോർട്ട് ആവണം. എന്ത് തന്നെയാണ് പുള്ളി ഒരു കാര്യം നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ സ്ട്രീറ്റ് ലൈൻ ചെയ്യാം സ്റ്റാഫിന്റെ കാര്യത്തിൽ, സ്റ്റാഫിന്റെ അറ്റൻഡൻസിൽ, ഇന്നോട്ട് ലോഗിൻ ലോഗൗട്ടിൽ, പിന്നെ സ്റ്റാഫിന്റെ സ്പീഡപ്പ്, പിന്നെ അതുപോലെ നമുക്ക് വരുന്ന പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എന്ത് ഡൗട്ടും സ്റ്റാഫിനെ കൊണ്ട് ഇവിടെ 1-2 ചെറിയൊരു പേടിയുണ്ട്. ഇവിടെ ഷർട്ടിൽ എക്സ്പെർട്ട് ആയവർ വേറൊന്നും ചെയ്യുമ്പോൾ ഇത് തെറ്റിപ്പോകും. പക്ഷെ ഷർട്ട് കൊടുത്ത അവർ ബ്ലൈൻഡ്ലി അവർ ചെയ്യും, പെർഫെക്റ്റ്ലി ചെയ്യും. പക്ഷെ അന്നേരം അതിന്റെ ബാക്കപ്പ് ആരാ? നമ്മുടെ കട്ടിമാഷ. പക്ഷെ അതാണ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുണ്ട്. ജെൻസിന് ഷർട്ട് അടിക്കാൻ നിങ്ങൾ കണ്ടില്ല, ബട്ടൺ അടിക്കുന്ന ആൾ അത്ര എക്സ്പേർട്ട് ആണ്. ബട്ടൺ ആയാലും ഷർട്ടിന്റെ ഏത് ബട്ടൺ അടിക്കുന്ന ആൾ എക്സ്പേർട്ട് ആണ്, മനസ്സിലായി. അവർ ആ ബട്ടൺ അടിക്കുന്ന സ്പീഡ്. അതാണ് എനിക്ക് ഇവിടെയുള്ള 6 സ്റ്റാഫും 6 പേരും 6 ഐറ്റത്തിൽ എക്സ്പേർട്ട് ആണ്. അപ്പൊ ഞാൻ മറ്റുള്ളവർ സാധനം കൂടെ അവർക്ക് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആയ ആളുകൾ ഒന്ന് ഷഫിൾ ചെയ്യും ഇങ്ങനെ, എല്ലാത്തിലും എക്സ്പേർട്ട് എക്സ്പേർട്ട് ആക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുഷിപ്പില്ലാതെ അവരെ ഏത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഒരു വലിയൊരു ടീം വർക്ക്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അറിഞ്ഞു പെരുമാറുന്നൊരു, അത് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതിപ്പോ വൈകുന്നേരം വരുമ്പോഴേക്കും ഇത്ര പീസ് പോകണം തന്നെ അത്ര പീസ് അവർ തന്നിരിക്കും. അവർക്ക് നല്ല ആത്മാർത്ഥതയുള്ള സ്റ്റാഫാണ്. പിന്നെ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ബ്രീഫിംഗ് നമ്മൾ ഫസ്റ്റ് മോർണിംഗിൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ കൊടുക്കേണ്ട വർക്കാണെങ്കിൽ ഇന്ന വർക്ക് ഇത്ര പീസസ് അവർ ചെയ്തിരിക്കണം. അവർ ആ പ്രൊഡക്ടിവിറ്റി അവരടുത്ത് ഉണ്ടാകും, എന്നാലേ നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം അവരും കണ്ടറിഞ്ഞ് അതിനെ വളരെ ഉത്സാഹത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. ആ വർക്കിനനുസരിച്ചിട്ട് നമുക്കും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇതൊന്നും അല്ല നമുക്ക് 1 മണിക്കൂറോളം സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇത്രയും ഇൻഫർമേഷൻസ് ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടിയ വലിയ കാര്യം. അതായത് നിങ്ങളുടെ 2 ആളെ വൈബ് വളരെ പോസിറ്റീവാണ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇനിയും ഞാൻ വരും, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് ഈ പിന്നെ മൊത്തത്തിൽ ഒന്നും കൂടി ഉഷാറായി കഴിഞ്ഞിട്ട് ഒന്നുകൂടി അതെ, അത് നമുക്ക് മൊത്തം സെറ്റാക്കിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ പ്രാവശ്യത്തേക്ക് നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഇത് ചാനൽ സബ് ചെയ്യുക. അതുപോലെ ഈ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. ബാക്കി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം. അല്ല, നേരിട്ട് ഞാൻ ഓക്കെ, ശരിയാവും.